വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തെ അംഗനവാടി പ്രൈമറി സ്കൂളുകളുമായി ചേർന്ന് പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടികളുടെ ജീവിതത്തിലെ ആദ്യ അധ്യാപകരാണ് അംഗനവാടി ജീവനക്കാരെന്ന് ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, വിദ്യാഭ്യാസ രംഗത്ത് ഇത് പുതിയൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവരിക. എന്തായാലും എന്താണ് മറ്റു വിവരങ്ങൾ പുറത്തുവരുന്നത്? വിഷ്ണു, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പരിപാലനം നിലവിൽ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി കേന്ദ്രങ്ങളിലൂടെയാണ്. ഇപ്പോൾ നിലവിൽ ഈ അംഗനവാടി കേന്ദ്രങ്ങളിലാണ് ഈ കുട്ടികളുടെ പോഷകാഹാരം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ഇത് പ്രൈമറി സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ പ്രൈമറി സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഈ സ്കൂൾ പരിസരത്തേക്ക് ഈ അംഗനവാടികൾ മാറ്റുന്നതിലൂടെ നിരവധി കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് ഈ വിദ്യാഭ്യാസ രീതി മാറ്റുക എന്നുള്ളതാണ്. ഇതിനെല്ലാം ഉപരി തന്നെ ഈ 1ാം ക്ലാസ് തലത്തിലേക്കുള്ള പ്രവേശനം എല്ലാ വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം അത് പൂർണ്ണമായും ലക്ഷ്യം കാണാൻ വേണ്ടി ഈ അംഗനവാടിയിൽ പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികളെ നേരെ 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ അഡ്മിഷൻ പ്രോസസ്സുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല അംഗനവാടിയിൽ നിന്നും ആരും 1ാം ക്ലാസ്സിൽ പോകാതെ മറ്റ് ഇടങ്ങളിലേക്ക്, അതായത് ഈ കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ അത് ലഭ്യമാക്കാൻ കൃത്യമായി പുതിയ തീരുമാനത്തിലൂടെ കഴിയും എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നിലവിൽ ഏതാണ്ട് 14 ലക്ഷം അംഗനവാടികളിൽ ഏകദേശം 2.9 ലക്ഷം എണ്ണം ഇതിനോടകം തന്നെ ഈ സ്കൂൾ പരിസരത്തേക്ക് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ബാക്കിയുള്ളവ കൂടി മാറ്റുവാൻ വേണ്ടിയുള്ള പ്രത്യേക ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആ മാർഗനിർദ്ദേശങ്ങളിൽ കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് ഈ അംഗനവാടികൾ, സ്കൂൾ പരിസരത്തുള്ള അംഗനവാടികൾക്ക് പ്രത്യേക കവാടം, ഈ കുട്ടികൾക്ക് പോകുവാനും വരാനുമായി പ്രത്യേക കവാടം വേണം. മാത്രമല്ല ഈ കുട്ടികൾക്ക് അനുയോജ്യമാകുന്ന രീതിയിലുള്ള ശൗചാലയ സംവിധാനങ്ങൾ സ്കൂളിൽ ഒരുക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഗൈഡൻസിൽ ഇല്ലെങ്കിൽ ഇതിൽ വ്യക്തമാക്കുന്നത്. ഇത് കൂടാതെ തന്നെ രക്ഷകർത്താക്കളുടെ അധ്യാപകരുടെയും മീറ്റിംഗ് അടക്കം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. അങ്ങനെ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പം തന്നെ വനിതാ ശിശു വികസന മന്ത്രാലയവും ഇതുമായി ബന്ധപ്പെട്ട 2 മന്ത്രാലയങ്ങളുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒന്നിച്ചിരുന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡ് ലൈൻസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിഷ്ണു, ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.